എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങുന്നത് ഒരു കഥയോടുകൂടിയാണ്. ഞാൻ അടുത്ത കാലത്ത് വായിച്ച ഒരു കഥയാണ്. കഥയല്ല, നടന്ന സംഭവം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എത്ര ആപ്റ്റായിട്ടുള്ള ഒരു കാര്യമാണെന്ന്. കാരണം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്ന ഒരു കാര്യമാണ്. അതായത് ജർമ്മനിയിൽ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ബേക്കറി ഉണ്ട്. ആ ബേക്കറി നടത്തുന്നത് ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു ജൂതനാണ്. അപ്പോൾ ഹോളോകോസ്റ്റ്, നിങ്ങൾക്കറിയാം, ഹിറ്റ്ലർ നടത്തിയ ഹോളോകോസ്റ്റ്, ജൂതന്മാരെ എല്ലാം കൂട്ടക്കൊല നടത്തിയ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ആ ഹോളോകോസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ജൂതനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ഹോളോകോസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവരോട് അദ്ദേഹം പറയുന്ന ഒരു ഉത്തരമാണത്. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളെ എല്ലാവരെയും വേറൊരു പട്ടണത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട്, പട്ടണത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഇവരെ വാഗണിൽ കയറ്റിയാണ് കൊണ്ടുപോയത്. അപ്പോൾ അതിശക്തമായ ശൈത്യമാണ് അവിടെ, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത. അതായത് പൊതുപ്പൊതൊന്നും ഇല്ലാതെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ രക്തം മരവിച്ച് ആൾക്കാർ മരിച്ചു പോകുന്ന ഒരു കാലാവസ്ഥയിലാണ് ഇവരെല്ലാവരെയും വാഗണിലേക്ക് തള്ളിക്കയറ്റി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇദ്ദേഹം ആ സമയത്ത് ഒരു കൗമാരക്കാരനായിരുന്നു, ഏഞ്ചൽ. ഒന്നും അറിയില്ല, ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ദിവസങ്ങളോളം ഇവരെ ഈ വാഗണിലിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവിടെ എത്തുമ്പോഴേക്കും അവർ മരിച്ചിട്ടുണ്ടാവും, അവർക്ക് പിന്നെ കൊല്ലൊന്നും വേണ്ട. അപ്പോൾ ഇദ്ദേഹം ഇരിക്കുന്നതിൻ്റെ അടുത്തൊരു വൃദ്ധൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം തണുത്തോ മരവിച്ച് വിറയ്ക്കുന്ന കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വളരെ വിഷമം തോന്നി. അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മരിക്കരുത്, ജീവിച്ചിരിക്കാനായിട്ട് ഇങ്ങനെ അഭ്യർത്ഥിക്കുകയാണ്. എന്നിട്ട് കൈകളൊക്കെ തിരുമ്മി ശരീരത്തിൽ ഇങ്ങനെ ആലിംഗനം ചെയ്തുകൊണ്ട് തൻ്റെ ചൂട് നൽകാൻ നോക്കി കൈകളൊക്കെ തിരുമ്മിക്കൊണ്ടേയിരുന്നു. അങ്ങനെ രാത്രി മുഴുവനും അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ടും തൻ്റെ ചൂട് പകർന്നു നൽകിക്കൊണ്ടും അദ്ദേഹത്തെ ജീവിക്കാനായിട്ട് സഹായിച്ചുകൊണ്ട് ഇദ്ദേഹം ഇരുന്നു, ഏഞ്ചൽ. അപ്പോൾ പിറ്റേ ദിവസം പ്രഭാതമായി അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പം ആ വാഗണിൽ ബാക്കി ഉണ്ടായിരുന്ന എല്ലാവരും തണുത്തു മരവിച്ച് മരിച്ചുപോയി. ഈ വൃദ്ധനും താനും മാത്രമാണ് ജീവിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ആ കഥ പറഞ്ഞിട്ട് അദ്ദേഹം പറയും, ഞാൻ എന്തുകൊണ്ടാണ് ജീവിച്ചത് എന്ന്, ഞാൻ മരിക്കാതെ രക്ഷപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയുമോ? വേറൊരാളെ ജീവിക്കാനായിട്ട് ഞാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. വേറൊരാൾക്ക് എൻ്റെ ചൂട് പകർന്നു നൽകിയ ഊഷ്മളത പകർന്നു നൽകുകയായിരുന്നു. അപ്പോൾ എനിക്കും ജീവിക്കാനായി. ഇതാണ് ഞാൻ ജീവിക്കുന്നതിൻ്റെ രഹസ്യം. ഇത് തന്നെയാണ് ജീവിതത്തിൻ്റെ രഹസ്യം. മറ്റൊരാൾക്ക് നമ്മൾ ഊഷ്മളത പകർന്നു നൽകുമ്പോൾ നമ്മിലേക്കും അത് വരുമെന്ന്. ഇത് ആത്മീയതയിലെ വലിയൊരു തത്വമാണ്. ഡിപ്രഷനായിട്ട് പലരും നമ്മുടെ ഗ്രൂപ്പിലും വെളിയിൽ നിന്നൊക്കെ പലരും വിളിക്കാറുണ്ട്. അപ്പോൾ മോഹൻജി പറയാറുണ്ട്, ഈ ഡിപ്രഷൻ്റെ പ്രധാന കാര്യം നമുക്ക് ഒരു പർപ്പസ് ഇല്ലാത്തതാണ്. അതായത് അവരവരിലേക്ക് ഒതുങ്ങിക്കൂടുമ്പം ഞാൻ, എൻ്റെ ദുഃഖം, എൻ്റെ പ്രശ്നങ്ങൾ എന്ന് മാത്രം ചിന്തിക്കുമ്പോഴാണ് ഈ ഡിപ്രഷൻ വരുന്നത്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും, അതായത് ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കല്ല ഉദ്ദേശിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ ജീവിതത്തിനൊരു പർപ്പസ് വരും. ഇത് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഈ ഒരു കഥ. കാരണം ഇപ്പം നിങ്ങൾക്കറിയാം, ഇത് സോഷ്യൽ മീഡിയയുടെ കാലം. വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാട്, വായി തോന്നുന്നത് എന്തും പറയാം. അത് ആത്മീയതയുടെ പേരിലായിക്കോട്ടെ, പിന്നെ സിനിമാ ലോകത്തായിക്കോട്ടെ, സ്പോർട്സ് ലോകത്തായിക്കോട്ടെ, എല്ലാവരും അഭിപ്രായം പറയും. എല്ലാവരുടെ അഭിപ്രായത്തിന് ചെവി കൊടുക്കാൻ കുറേ പേരുണ്ടാവും. ഇതിലെ എല്ലാം ആപേക്ഷിക സത്യങ്ങൾ മാത്രമാണ്. ആത്യന്തികമായിട്ടുള്ളൊരു സത്യം എന്ന് പറയുന്നത് അത് ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഗുരുക്കന്മാർക്ക് മാത്രമാണ് ആ ഒരു അറിവ് പകർന്നു തരാൻ പറ്റുക. ഇത് ആത്മീയതയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവരും ആത്മീയതയിലേക്ക് കടന്നു തുടങ്ങിയവരും എല്ലാവരും അവരവരുടെ വായിൽ തോന്നുന്ന കാര്യങ്ങൾ പറയും. അങ്ങനെ പറഞ്ഞു വന്ന് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഈ സേവ ചെയ്യുന്ന കാര്യം. സേവ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? വേറൊരാളെ നമ്മൾ സേവ ചെയ്യുമ്പോൾ അവരുടെ പ്രാരാബ്ധ കർമ്മങ്ങളാണ് അനുഭവിക്കുന്നത്, അവരുടെ പാപകർമ്മങ്ങളാണ് അവരനുഭവിക്കുന്നത്. അപ്പം അത് അനുഭവിക്കാൻ അവരെ വിടാതെ നമ്മൾ അവരെ സഹായിച്ചു കഴിഞ്ഞാൽ അവരുടെ പാപകർമ്മങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും, നമുക്കതിൻ്റെ പ്രത്യാഘാതം ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറന്നു നടക്കുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഇത് ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ അത് ആഘോഷമാക്കുകയും ചെയ്യുന്നുണ്ട്. അയ്യോ, ചെയ്യാൻ പാടില്ല, നമ്മൾ ആരെയും സഹായിക്കാൻ പാടില്ല, അവരുടെ പ്രാരാബ്ധ കർമ്മം അനുഭവിക്കാൻ വിടണം, അപ്പോൾ ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഒരു സൊളൈസാണ് അവർക്ക്. എനിക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ ഇഷ്ടമില്ല, എന്നാൽ പിന്നെ ഇതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് കുറേ പേര്
പറഞ്ഞ് പരത്തുന്നുണ്ട്. അപ്പം ഇത് ഇങ്ങനെ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ഗുരു പറഞ്ഞിരിക്കുന്നത്, എന്റെ ഗുരുനാം ഗുരു എന്ന് പറയുന്നത് സത്യസായി ബാബയാണ്. ഷിർദി സായി ബാബ, സത്യസായി ബാബയൊക്കെയാണ് എന്നെ മോഹൻജിയുടെ അടുത്തേക്ക് നയിച്ചത്. അപ്പൊ ഈ കഥയിൽ പറഞ്ഞതുപോലെ മോഹൻജിയുടെ അടുത്ത് ചെന്നപ്പോൾ മോഹൻജിക്ക് ഒരു മകള് നഷ്ടപ്പെട്ടത് എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് ഗുരുക്കന്മാര് പറഞ്ഞ ഒരു നിർദ്ദേശമുണ്ട്. ലോകത്തിലെ കുഞ്ഞുങ്ങൾക്ക് സേവ ചെയ്യുക, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ആ ഒരു ഉപദേശം തന്നെയാണ് ഗുരു എനിക്കും തന്നത്. പിന്നെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അന്ന് മുതൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, സേവ ചെയ്യുമ്പം അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറില്ല. നമ്മുടെ മുമ്പിൽ ഒരാൾ വിശന്നു വന്ന് നിൽക്കുമ്പോൾ അവര് പ്രാരാബ്ധ കർമ്മമാണോ, അവർ കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും ചെയ്തു, അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. എന്തുകൊണ്ട്? നമ്മളത് ഗുരുവിനെ സറണ്ടർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വീണ്ടും വീണ്ടും പല കാര്യങ്ങളിലും സംശയം വന്നു. പലപ്പോഴും നമ്മുടെ ഗ്രൂപ്പ് എന്താ പറയുക, ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. സാമ്പത്തിക സഹായമായിട്ടും വസ്ത്രങ്ങളായിട്ടും ഭക്ഷണമായിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ സഹോദരിമാരും വളരെ ജനറസ് ആയിട്ട് കാര്യത്തിൽ ചെയ്യാറുണ്ട്. അപ്പൊ പലപ്പോഴും നമുക്കും ഇടയ്ക്ക് തോന്നുന്നു ഇത് അർഹമായ കൈകളിലേക്കാണോ പോണേന്നൊക്കെ ഒരു സംശയം വരുമ്പോൾ അത് ഗുരുവിനെ സറണ്ടർ ചെയ്തിട്ട് അങ്ങ് പോവുക ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സംശയം വന്നപ്പം ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഒരു സംശയം വന്നപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ചോദിക്കുമായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ അടുത്ത കാലത്ത് ഉണ്ടായ ഒരു അനുഭവമാണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു സഹോദരിക്ക് മകളെ നഷ്ടപ്പെട്ട ഒരു സഹോദരി അടുത്ത കാലത്ത് നമ്മുടെ ഗ്രൂപ്പിൽ വന്ന് ചേർന്നതുപോലത്തെ 10-15 പേരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. അപ്പോൾ അവർ എന്നെ വിളിച്ച് കുറേ നേരം സംസാരിച്ചു. എന്നോട് കുറച്ച് സംസാരിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള ദുഃഖങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അത്തരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. എത്രയൊക്കെ എന്താ പറയുക, സഹാനുഭൂതി ഉള്ളവർക്കും ഇത്തരത്തിലുള്ളൊരു ദുഃഖം അവരവർ അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ തീവ്രത, നമ്മൾ കടന്നു പോകുന്ന ആ ദുഃഖത്തിൻ്റെ തീവ്രത, നമ്മൾ ഓരോ നിമിഷവും അനുഭവിക്കുന്ന ചില വൈഷമ്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. കാരണം ഒരു സമയത്ത് വളരെ നല്ല ഓർമ്മകളായിരുന്നത്, വളരെ മധുരിക്കുന്ന ഓർമ്മകളായിരുന്നത് പെട്ടെന്ന് വളരെ വേദനിപ്പിക്കുന്ന ഓർമ്മകളായി മാറി. ഈ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ലാതെയാണ് പലപ്പോഴും ഈ മക്കളെ നഷ്ടപ്പെട്ട അമ്മമാർ കഷ്ടപ്പെടുന്നത്. എനിക്കത് മനസ്സിലാവും. കാരണം ഞാൻ എൻ്റെ മോൻ്റെ വീഡിയോസും ആൽബവും എല്ലായിടത്തും മാറ്റി വെച്ചു. കാരണം അത് ഓർക്കാൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇതിൽ വന്നപ്പോൾ ഞാൻ അതെല്ലായിടത്തും മാറ്റി വെച്ചു. ഒന്നുമില്ല, എനിക്ക് കാണാവുന്നിടത്തൊന്നും ഞാനത് വച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വേദനിപ്പിക്കുന്ന ഓർമ്മകളായി മാറി. അത് എടുത്തപ്പോൾ നല്ല ഓർമ്മകളായിരുന്നു. അപ്പോൾ ഈ കുട്ടി എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു എന്തെങ്കിലും പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ കുറച്ച് നേരം ഇരുന്ന് സത്യസായി ബാബയാണ് എൻ്റെ പെട്ടെന്ന് മനസ്സിൽ വന്നത്. ഞാൻ കുറേ നേരം ബാബയോട് ഇരുന്ന് പ്രാർത്ഥിച്ചു. കാരണം വളരെ മെഡിക്കലായത് ഇങ്ങനത്തെ സോൾസൊക്കെ അങ്ങനെയായിരിക്കും. നമ്മുടെ പാതയിലേക്ക് വന്ന അമ്മമാരൊക്കെ പറയുന്നൊരു കാര്യം, ഭയങ്കര ഡിവൈൻ സോൾസാണ് അവർ. ഭയങ്കര സ്നേഹം, അച്ഛനമ്മമാരോട് ഭയങ്കര കരുതൽ, അങ്ങനെയൊക്കെയുള്ള കുട്ടികളായിരുന്നു അവർ. അപ്പോൾ ഈ ഒരു സഹോദരി എന്നോട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ മകളെ പറ്റിയിരുന്ന് പറഞ്ഞപ്പോൾ എനിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഒരു സമാധാനിപ്പിച്ചെങ്കിലും ഞാൻ കുറേ നേരം ബാബയോട് ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്താ ചെയ്യുക, ഇവർക്ക് കുറേ പേരുണ്ട് ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ല 10-15 പേരുണ്ട്. നമുക്ക് വിളിക്കുമ്പോൾ സമാധാനിപ്പിക്കാന്നല്ലാതെ എപ്പോഴും അവരോട് സംസാരിക്കാനുള്ള സമയവും എനിക്കില്ല. ഞാൻ എന്ത് ചെയ്യണം ബാബ, എന്ത് ചെയ്യാൻ പറ്റും? അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബാബ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ ഒരു ഗൈഡൻസ് തരികയാണ്. ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ മെഡിറ്റേഷൻ, ഗാർഡിയൻ ഏഞ്ചൽസ് മെഡിറ്റേഷൻ ചെയ്യാൻ. ആ ഒരു ഇത് തുടങ്ങുമ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന്. ബാബയിൽ വിശ്വസിച്ചിട്ട് അങ്ങ് തുടങ്ങുകയാണ്, മോഹൻജിയിലും. കാരണം മോഹൻജിയാണ് നമ്മുടെ ഗൈഡിങ് ലൈറ്റ്. പക്ഷെ ആ ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോൾ ഒരുപാട് സമാധാനം എനിക്കും കിട്ടി. അതായത് ആ ഫസ്റ്റ് മെഡിറ്റേഷനിൽ ഞാൻ വീഡിയോ ഓൺ ചെയ്തിട്ടാണ് ഇരുന്ന് ചെയ്തത്. ഞാനും കരയുമായിരുന്നു, അവരോടൊപ്പം അവരെല്ലാവരും കരയുമായിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കി, ഞാൻ വിചാരിച്ചത് ഞാൻ ഹീലായിരുന്നു, പക്ഷേ എവിടെയോ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ആ ഫസ്റ്റ് മെഡിറ്റേഷന് ശേഷം പിന്നെ ഇപ്പോഴും 3-4-5 മെഡിറ്റേഷൻ കഴിഞ്ഞു, പക്ഷേ എനിക്ക് പിന്നെ അങ്ങ് കരച്ചിൽ വന്നില്ല ഫസ്റ്റ് മെഡിറ്റേഷനിൽ. അത് കഴിഞ്ഞപ്പോൾ വേറൊരു സഹോദരി വിളിച്ചു. അപ്പോൾ അവർ ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടില്ല, അവർ ഓപ്പൺ അപ്പ് ചെയ്തിട്ടേ ഇല്ല. അതും യുവാവായ ഒരു മകൻ, അതും ഭയങ്കര ഭക്തൻ, അത് ബ്രാഹ്മണരായതുകൊണ്ട് പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തൊരു മകനെ നഷ്ടപ്പെട്ട ഒരമ്മ. അതും വളരെ വേദനിപ്പിക്കുന്ന ഓർമ്മ. അപ്പം അവർ തുറന്ന് സംസാരിച്ചു. അവർ രണ്ടു പറഞ്ഞു, ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ സംഭവത്തിന് ശേഷം ആരോടെങ്കിലും സംസാരിക്കുന്നത്. എനിക്കൊരു സമാധാനം തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാനിതിരുന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഞാൻ ഗുരുവിൽ സമർപ്പിച്ചിട്ടായിരുന്നു കേൾക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ദിവസം അപ്പം എനിക്ക് തോന്നി ബാബ നമ്മളെ ഗൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവമാണ് ബാബ എന്നോട് സൂചിപ്പിച്ചത്. അതായത് നിനക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ മോഹൻജിയെ അയച്ചിരുന്നു. മോഹൻജിക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെ, മോഹൻജിയോട് അന്ന് ഞാൻ പറയാറുണ്ട് എപ്പോഴും, എന്നും മോഹൻജിക്ക് മെസ്സേജ് അയക്കും.
എന്നും മോഹൻജിക്ക് മെസ്സേജ് അയച്ചിട്ടാണ് എൻ്റെ ദിവസങ്ങൾ തുടങ്ങുക. എന്തും തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം മോഹൻജി എനിക്ക് തന്നിട്ടുണ്ട് ആസ് എ ഫ്രണ്ട്. ഇപ്പോൾ ഞാൻ അങ്ങനെ ആസ് എ ഫ്രണ്ട് എന്നുള്ളതിനപ്പുറം ഗുരു എന്നുള്ള നിലയ്ക്കാണ് മോഹൻജിയോട് സംസാരിക്കാറ്. അന്നങ്ങനെയല്ല, ആസ് എ ഫ്രണ്ട് എന്തും തുറന്നു പറയാം, എന്ത് കാര്യങ്ങളും എനിക്ക് പറയാവുന്ന ഒരു സ്വാതന്ത്ര്യം മോഹൻജി തന്നിരുന്നു. കാരണം ജഡ്ജ് ചെയ്യാതിരുന്ന് കേൾക്കാനുള്ള ഒരാൾ, അങ്ങനത്തെ ഒരു ചെവി എനിക്ക് ആവശ്യമായിരുന്നു ആ സമയത്ത്. അപ്പോൾ ബാബ എന്നോട് പറഞ്ഞ ആ ഒരു ഇന്നർ വോയിസ് ആണ്, കാരണം നിനക്ക് ആവശ്യമുള്ളപ്പോൾ മോഹൻജിയെ തന്നു, പക്ഷെ ഇപ്പോൾ നിനക്ക് ചെയ്യാനുള്ള കടം വീട്ടുക എന്നുള്ളതാണ് എന്ന്. അപ്പോൾ എനിക്ക് അത് ഈ പറഞ്ഞ മാതിരി ഇന്നർ വോയിസിന് നമ്മൾ ചെവി കൊടുക്കണം എന്ന് പറയുമ്പോഴും ഒരു ശരി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ദാനധർമ്മങ്ങളെ പറ്റിയുള്ള ഇത് വന്നപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് നമ്മൾ ചെയ്യുന്നത് അർഹമായ കൈകളിലേക്കാണോ ബാബ മോഹൻജി ചെല്ലുന്നത്, അതെനിക്ക് വഴി കാട്ടി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിക്കുക ചെയ്യുക. നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ഇത് ശരിയായ കരങ്ങളിലേക്കാണോ ചെല്ലുന്നത്. കാരണം നമ്മുടെ ഗ്രൂപ്പിലെ സഹോദരിമാരാണ്, അവർ വീട്ടമ്മമാരാണ്, മിക്കവരും ജോലിയുള്ളവർ, ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാകുന്ന കാശാണ് അവർ വീട്ടുകാരറിയാതെ മിച്ചം പിടിക്കുന്ന കാശിൽ നിന്നൊക്കെയാണ് നമുക്ക് അയച്ചു തരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പം പിന്നീടും ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പം ഈ പറഞ്ഞ ഈ ഒരു സഹോദരി എനിക്കൊരു മെസ്സേജ് അയച്ച്, ദീപയോടൊന്ന് സംസാരിക്കണം എനിക്ക് എന്ന് പറഞ്ഞു. ഞാൻ ആ മെസ്സേജ് കണ്ടു, ഞാനപ്പോൾ വെളിയിലൂടെ ആയിരുന്നു, സംസാരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ വീട്ടിൽ വന്ന് പിന്നെ ഞാനതിൻ്റെ കാര്യം മറന്നുപോയി. അപ്പം ഞാനിങ്ങനെ എനിക്ക് വീണ്ടും എൻ്റെ ഗ്രൂപ്പിൽ ഗാർഡിയൻ ഏഞ്ചൽസ് എന്ന് പറയുന്ന ആ മെഡിറ്റേഷൻ ഗ്രൂപ്പിലെ സഹോദരിമാരുടെ കാര്യം ഓർമ്മ വന്നു. അപ്പം ഞാൻ കുറേ സോള് നമ്മുടെ അടുത്തെത്തുമ്പോൾ കുറേ ഇൻഡിക്കേഷൻസ് ഞാൻ അനുഭവിച്ചത് ഇട്ട് കൊടുത്തു. കാരണം ഈ ഒരു ഹയർ സോള് അവർ എന്താ പറയുക, ആത്മാക്കളായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയൊന്നുമല്ല. അവർ ഒരു ഹയർ പ്ലെയിനിലേക്ക് പോയി, നമ്മളെക്കാളും വലിയൊരു പ്ലെയിനിലാണ് അവർ പീസ്ഫുള്ളാണ്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ അടുത്തേക്ക് എത്താൻ പറ്റും. അവർ ഹയർ, അതായത് നമ്മൾ പല ഇതിലും വായിച്ചിട്ടുണ്ട്, അവർക്ക് ലോകത്ത് നടക്കുന്ന എല്ലാം കാണാം, പക്ഷേ അവർ ഫോക്കസ് ചെയ്യുന്നത് അവരെ ഓർത്ത് വല്ലാണ്ട് ദുഃഖിക്കുന്ന അമ്മമാരെയും അച്ഛനെയൊക്കെയാണ് അവർ ഓർക്കുക. അപ്പോൾ അവരെന്നിട്ട് അവരുടെ സോൾ പ്രസൻസ് അറിയിക്കാനായിട്ട് കുറേ സിമ്പിൾസ് നമുക്ക് തരും. എനിക്കിങ്ങനെ കുറേ സീരീസ് ഓഫ് അങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് സോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ കുറേ സിമ്പിൾസ് തരും എന്ന്. അപ്പോൾ ഞാനത് ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഈ ജ്യോത്സ്യന്മാർ പറയുന്നത് പോലെ അത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സോളല്ല, അവർക്ക് മോക്ഷം കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, അവർ ഭയങ്കര ഹൈ ലെവലിലാണ്, അടുത്ത പ്ലെയിനിലാണ്. അതുകൊണ്ടാണ് അവരെ നമ്മളെ ഈ ഒരു പാതയിലേക്ക് എത്തിച്ചത്. അതാണ് ആലോചിക്കേണ്ടത്. നമ്മൾ ദുഃഖിച്ച് ഡിപ്രഷനായി പോയി ഒന്നും ചെയ്യാണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. അവരെ ഓർത്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് മോഹൻജി കാണിച്ചെന്ന പാതയിലൂടെ പോകുന്ന ആത്മാക്കളാണ് നമ്മൾ. അപ്പോൾ അവർ നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ഒരു ഇത്. കുറേ ഇങ്ങനെ എന്താ പറയുക, സെയിം നമ്പർ കാണും. ഇപ്പം 11 എന്ന് കാണും, പലപ്പോഴും ബട്ടർഫ്ലൈ, ബേർഡ്സ് അങ്ങനെയൊക്കെ വരും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഈ കുട്ടി ഇവർ, അതായത് മകൻ നഷ്ടപ്പെട്ട അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതേ ചോദ്യമാണ് ഞാൻ ചോദിക്കാനിരുന്നത് ദീപ വിളിക്കുമ്പോൾ. അതിനുള്ള ഉത്തരം ഞാൻ ചോദിക്കാതെ തന്നെ ദീപ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ ഇതിലേക്ക് നയിച്ചത് ഗുരുക്കന്മാരാണ്, അവർക്ക് എന്തെങ്കിലും ഒരു പർപ്പസ് കാണും എന്നെ നയിക്കുമ്പോൾ. കാരണം നിങ്ങളുടെ സങ്കടം നിങ്ങൾ പറയുമ്പോൾ എനിക്കത് അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും. എനിക്ക് എൻ്റെ എക്സാമ്പിൾ കാണിച്ചിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ എന്തെങ്കിലും നിങ്ങളോട് പറയുമ്പോൾ അത് ഞാൻ ചെയ്ത കാര്യങ്ങളെ പറഞ്ഞാലേ നിങ്ങൾക്കത് ശക്തിയുള്ളൂ എൻ്റെ വാക്കിന്. അല്ലാതെ ഞാൻ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയുക, ഞാൻ എന്നിട്ട് എൻ്റെ ലൈഫിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിന് ശക്തിയില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്കറിയാം നിങ്ങൾക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും, നിങ്ങളുടെ പെയിനെ പർപ്പസാക്കി മാറ്റാൻ പറ്റും. നമ്മുടെ ഗുരു അങ്ങനെ കാണിച്ചു തന്ന ഒരാളാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ ഈ സേവ ചെയ്യുന്ന ഇതൊരു സേവ തന്നെയാണ്, എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു സേവയാണ് നമ്മൾ. പിന്നെ ഗുരു ഗൈഡ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള സേവകൾ ചെയ്യുന്നത്. അന്നദാനാണെങ്കിലും അസുഖമുള്ളവർക്കാണെങ്കിലും പിന്നെ വസ്ത്രങ്ങളില്ലാത്ത കുട്ടികൾക്കാണെങ്കിലും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പിന്നെ അർഹതപ്പെട്ടവർക്കാണ് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ പ്രൂഫൊക്കെ മേടിച്ച്. അപ്പോൾ എന്നിട്ട് ഞാൻ ചോദിച്ചു, ബാബ ഒരു പക്ഷേ അർഹതയില്ലാത്ത ഇപ്പോൾ ഒരു കള്ള് കുടിക്കുന്ന ഒരാൾക്കാണ് നമ്മൾ പണം എടുത്ത് കൊടുക്കണമെങ്കിൽ അയാൾ ആ കള്ള് കുടിച്ചിട്ട് വീട്ടിൽ പോയി ഭാര്യ മക്കളെ ഉപദ്രവിച്ചാൽ അതൊരു ബാഡ് കർമ്മ അല്ലേ? എങ്ങനെയത് അറിയാൻ പറ്റും? ഈ ലോകത്ത് ഒരുപാട് മാനിപ്പുലേഷനും നടക്കുന്നുണ്ട്. ഇതിപ്പം ഇൻ്റർനെറ്റ് യുഗം ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഇങ്ങനെ നിൽക്കുമ്പോൾ ആദ്യം എനിക്ക് സത്യസായി ബാബയുടെ ഒരു വീഡിയോ ആണ് വന്നത്. ഞാൻ വെറുതെ TV-യിൽ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പം യൂട്യൂബിൽ ഈ ഒരു വീഡിയോ വന്നു. അപ്പോൾ അത് ഇങ്ങനെ ബാബയുടെ ഒരു ഭക്തൻ, അതായത് അദ്ദേഹം വളരെ സേവകൾ ചെയ്യുന്നതായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പുട്ടപ്പുറത്തിയിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, എന്തോ ഒരു രാമറെഡ്ഡി അങ്ങനെ സംതിങ് ആണ്. അരവിന്ദ് ബാലസുബ്രഹ്മണ്യത്തിൻ്റെ വീഡിയോ ആണ്.
അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കുറേ സാരികളുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാരികളാണ്. അതുകൊണ്ട് പുട്ടപ്പർത്തിയിലേക്ക് പോവുകയാണ്. പോണ വഴിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. വണ്ടി പലവട്ടം മറിഞ്ഞ് ഒരു മരത്തിൽ തട്ടി നിന്നു. ഇദ്ദേഹത്തിൻ്റെ കോളർ ബോണിന് എന്തോ പറ്റി, പക്ഷേ വേറെ കാര്യമായിട്ടൊന്നും പറ്റിയില്ല. ഈ സാരികളുടെ പെട്ടിക്കൊന്നും പറ്റിയില്ല. അങ്ങനെ അദ്ദേഹം രക്ഷപ്പെട്ടു. അപ്പോൾ തിരിച്ച് അങ്ങോട്ടേക്ക് പുട്ടപ്പർത്തിയിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം തിരിച്ച് ബാംഗ്ലൂർക്ക് ആണെന്ന് തോന്നുന്നു, ബാംഗ്ലൂർക്ക് പോയിട്ട് അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ബാബോട് പറയാൻ ഇഷ്ടമില്ല എനിക്ക് ആക്സിഡൻറ്റ് വന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചു. അത് ടെലഗ്രാമാണ്, കുറേ നാൾ മുമ്പുള്ള കാര്യം. ബാബ എനിക്ക് യാത്ര മാറ്റി വെക്കേണ്ടി വന്നു എന്ന് മാത്രം പറഞ്ഞു. ആ സമയത്ത് ബാബ അവിടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു അനുയായിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ബാബ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിൻ്റെ സുഹൃത്തുണ്ടല്ലോ ഈ പറഞ്ഞ ആൾ ഒരു ആക്സിഡൻറ്റിൽ പെട്ടു, പക്ഷെ അവനൊന്നും പറ്റാണ്ട് ഞാൻ നോക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഡീറ്റെയിൽസ് മുഴുവൻ പറഞ്ഞു. ഇതിങ്ങനെ മറിഞ്ഞു, പിന്നെ ഒരു വലിയ കുഴിയിലേക്ക് പോകേണ്ടതാണ്, പക്ഷേ അവരുടെ ഒരു മരത്തിൽ തടഞ്ഞ് ഞാൻ നിർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അവനൊന്നും പറ്റിയില്ല. എൻ്റെ കോളർ ബോണിന് ഒരു ചെറിയ പൊട്ടലുണ്ട്. അപ്പോൾ ഇദ്ദേഹം അതൊന്നും അറിയണില്ല. ഇദ്ദേഹം തിരിച്ച് പിന്നെ അസുഖമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ പുട്ടപർത്തിയിലേക്ക് ഇതും കൊണ്ട് ചെന്നു, സാരികളൊക്കെ കൊണ്ട് ചെന്നു. അപ്പോൾ ഈ പറഞ്ഞ ബാബ ആരോടാണോ സംസാരിച്ച് ആ ആളെ കണ്ടപ്പം ആ ആൾ പറഞ്ഞു, നിനക്ക് എങ്ങനെയുണ്ട്, സുഖമായോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എങ്ങനെയാണ് അറിഞ്ഞു എനിക്ക് ആക്സിഡൻ്റ് ആയെന്നൊക്കെ. അദ്ദേഹം ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ ബാബ പറഞ്ഞു, എല്ലാ ഡീറ്റെയിൽസും ബാബ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഭയങ്കര സ്റ്റണ്ടുമായി, ഭയങ്കര സന്തോഷമായി, ബാബയാണല്ലോ എന്നെ രക്ഷിച്ചതെന്ന്. അപ്പോൾ പിന്നെ ഇൻ്റർവ്യൂവിന് ബാബ വിളിച്ചപ്പോൾ ബാബ എന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ എന്നോട് നന്ദി പറയണ്ട, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബാബ അല്ലേ രക്ഷിച്ച്, ബാബയ്ക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാമല്ലോ, പിന്നെ ബാബ അല്ലേ രക്ഷിച്ചതെന്ന് വെച്ചപ്പം ബാബ പറഞ്ഞു, നോക്ക്, നിൻ്റെ സത്കർമ്മങ്ങളാണ് നിന്നെ രക്ഷിച്ചത്, ഞാനല്ല. കാരണം നീ ഒരുപാട് സേവ ചെയ്യുന്നുണ്ട്. ആ ആൾക്കാർ, സേവ കിട്ടിയ ആൾക്കാരൊക്കെ വന്ന് നിന്നോട് നന്ദി പറയുമ്പോൾ നീ എന്താ പറയുന്നത്, ഞാനല്ല ഇത് ചെയ്യുന്നത്, എന്നെക്കൊണ്ട് ബാബ ചെയ്യിക്കുന്നതാണ്. അപ്പോൾ നിനക്കൊരു അപകടം വന്നപ്പോൾ നിൻ്റെ ആ സ്പിരിച്വൽ ബാങ്ക് ബാലൻസിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ തന്നു നിൻ്റെ ജീവൻ നീട്ടിയെന്നുള്ളൂ, അതിൽ ഞാൻ സാക്ഷിയാണെന്ന് പറഞ്ഞു. ഇതാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയ മെസ്സേജ്. അപ്പം തന്നെ ഉത്തരം കിട്ടി. സാക്ഷിയായിട്ടാണ് നിൽക്കുന്നത്, നമ്മുടെ സ്പിരിച്വൽ ബാങ്ക് ബാലൻസ് ആണ് എന്ത് വരുമ്പോഴും നമ്മളെ കാത്തുരക്ഷിക്കുന്നതെന്ന്. എന്നിട്ട് അത് അപ്പം നമ്മൾ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്, ഗുരുവാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ വെറുതെ നാദാനന്ദജിയുടെ ബുക്ക് അവിടെ ഉണ്ട്, കുറേ അവധൂതൻ്റെ ഗർജനം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് പകുതി വായിച്ചിട്ട് നിർത്തിയേക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വര അത് എത്ര നാളായി, ഇതിൻ്റെ ബാക്കിയൊക്കെ ഓരോരുത്തർ ചോദിക്കും, എനിക്ക് സമയം കിട്ടണില്ല. അപ്പോൾ ഇനി സ്കൂൾ തുറന്നു, ഞാനൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി, എനിക്ക് കുറച്ച് ടൈം കിട്ടും, എന്തായാലും വായിക്കണം എന്ന് പറഞ്ഞ് ഞാൻ തുറന്നതും ഇതേപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ്. അതായത് ഒരു മുസ്ലിം വൃദ്ധൻ ഇങ്ങനെ ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തുമ്പോൾ, നാദാനന്ദജി നടക്കുന്ന മെഡിക്കൽ ക്യാമ്പിൽ തളർന്നു കിടക്കണം. അദ്ദേഹം കുറേ കാലമായിട്ട് തളർന്നു കിടക്കുക, ഡോക്ടർമാരൊക്കെ ഉപേക്ഷിച്ചു, അദ്ദേഹത്തിൻ്റെ പുറത്ത് വ്രണമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ നാദാനന്ദജിക്ക് തോന്നി ഇയാളെ ഹെൽപ്പ് ചെയ്തേ പറ്റുമെന്ന്. അപ്പോൾ എന്നിട്ട് നാദാനന്ദജി ഒരു മെഡിക്കൽ ടീമിനെ അവരുടെ അതിൽ നിയോഗിച്ച് മരുന്നെല്ലാം കൊടുത്ത്, പിന്നെ നടക്കില്ല എന്ന് പറഞ്ഞ ആ വൃദ്ധൻ ഒരു മാസത്തിന് ശേഷം ക്രച്ചസൊക്കെ പിടിച്ച് നടക്കുന്ന ഒരു വീഡിയോ നാദാനന്ദജിക്ക് അയച്ചു കൊടുത്തു. അപ്പം നാദാനന്ദജി പറയും, ഞാനതൊരു കടം വീട്ടിയതാണ്. കാരണം എനിക്ക് ചെറുപ്പത്തിൽ ഞാനൊരു അസുഖം വന്ന് പാരലൈസ് ആയിട്ട് പോയപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുന്ന ഒരു ആ ഡോക്ടറാണ് എന്നെ ചികിത്സിച്ച് മാറ്റിയത്. ഒരു പൈസ പോലും എന്നോട് മേടിച്ചില്ല. നിൻ്റെ അച്ഛനമ്മമാർ എന്നെ സഹായിച്ചിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് ആ ഡോക്ടർ പറഞ്ഞു. പക്ഷേ എനിക്ക് ആ ഒരു കടം കിടപ്പുണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹത്തിന് വീട്ടാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഗുരുവായ തരാമയ്യമ്മ ഇങ്ങനെ ഈ ഒരു മുസ്ലിം വൃദ്ധനെ എൻ്റെ മുമ്പിലേക്ക് അയച്ചു. അപ്പോൾ ഞാനത് ആ കടം വീട്ടിയതാണ് ഇതെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ചാപ്റ്ററാണ്, ഞാൻ ഇപ്പോൾ ചുരുക്കി പറഞ്ഞു. അപ്പോൾ അതിലും പറയണു ഗുരുവാണ് മുമ്പിലേക്ക് അയച്ചത്. അപ്പം നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമോ, ഒരാൾ നമ്മുടെ മുമ്പിൽ വന്ന് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ നമുക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ, ഇവരുടെ പാസ്റ്റ് ലൈഫ് കർമ്മമാണ്, നമ്മുടെ മുമ്പിലേക്ക് ഗുരുവാണ് വിട്ടേക്കെങ്കിലെങ്കിലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾക്ക് ജെനുവിനെന്ന് തോന്നുന്നവരെ സഹായിച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റുക, അത് നല്ല കർമ്മമായാലും എന്ത് കർമ്മമായാലും ഗുരുവിനെ സമർപ്പിക്കുക. അപ്പം അത് എന്താ പറയുക, അകർമ്മമായിട്ട് മാറി, നമ്മളെ ബാധിക്കില്ല അത്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് നമ്മൾ ഈ ഇന്റർനെറ്റിലൊക്കെ കാണാണ്ടിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല, അവരുടെ കർമ്മം വരുന്നു പറഞ്ഞാൽ നമ്മളുടെ കർമ്മങ്ങൾ ക്ലെൻസ് ചെയ്യാനുള്ള അവസരങ്ങളാണ് നമ്മൾ നഷ്ടപ്പെടുന്നത്. അതിൽ എന്താ പറയുക, ഒരു തെറ്റിദ്ധാരണയും അതിൽ വേണ്ട. ഗുരുമണ്ഡലം തന്നെ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ശ്രീവല്ലഭ ചരിതം എടുത്തപ്പോൾ കുറേ നാളായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കേട്ടോ ശ്രീവല്ലഭ ചരിതം. കുറേ കാലം കൂടിയിട്ട് ഞാനത് വായിക്കാനെടുത്ത് സെക്കൻഡ് ചാപ്റ്റർ എത്തിയപ്പോൾ അതിൽ ഇതേപോലെ തന്നെ ഒരു കഥയാണ്. അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഇന്നലെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത്
ശ്രീപാദരുടെ കഥയിൽ പറയുന്നുണ്ട്, ഒരു വലിയ വേദപണ്ഡിതനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഭയങ്കരമായിട്ട് വേദമൊക്കെ വായിക്കും, വേദങ്ങൾ ചാൻറ്റിങ് ഒക്കെ ഭയങ്കര നല്ലതായിട്ട് നടത്തും. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന് പുണ്യമാണല്ലോ, പാരായണമൊക്കെ നടത്തി അങ്ങനെ സ്വർഗത്തിൽ പോയി, ഇന്ദ്രൻ്റെ അടുത്താ ചെല്ലണം. അപ്പം അവിടെ ഇന്ദ്രനൊക്കെ ഭയങ്കര കാര്യമായിട്ട് സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വേദശ്രേഷ്ഠനാണ്, വേദശിരോമണിയാണ്, വേദപണ്ഡിതനാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേദവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പുകഴ്ത്തി. ഇങ്ങനെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഇരുന്നിട്ട് ദേവലോകത്തെ ആൾക്കാർ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ അദ്ദേഹത്തിന് വിശക്കുമ്പോൾ ആരും ഒരു വെള്ളമോ ഭക്ഷണമോ ഒന്നും കൊടുക്കണില്ല. അപ്പം ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിപ്പുണ്ട് ചെവിയിൽ ഇരുന്നിട്ട്. അപ്പോൾ ഇദ്ദേഹം ഇന്ദ്രനോട് ചോദിക്കും, എനിക്ക് വിശക്കണോ, ഭക്ഷണം വല്ലതും തരാമോ എന്ന് ചോദിക്കും. അപ്പോൾ പറയാം, ഭക്ഷണം തരാനായിട്ട് നിങ്ങൾ ആർക്കും ഭക്ഷണം കൊടുത്തിട്ടില്ല, നിങ്ങൾ ചെയ്തിട്ടുള്ളത് ആകെ വേദ ചാൻറ്റിങ് ആണ്. വേദത്തിൻ്റെ അർത്ഥം മനസ്സിലായാൽ നമ്മൾ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കും. പക്ഷേ ഇദ്ദേഹം ചാൻറ്റിങ്ങാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണവും വെള്ളമൊന്നും ഇവിടെ ഇല്ല, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നമ്മളിങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അതിങ്ങനെ ഒരു പാരഗ്രാഫായിട്ട്. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്? നമ്മൾ ചെയ്യുന്നത് എന്തും ആയിക്കോട്ടെ, നമ്മൾ മുമ്പിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ വിശക്കുമ്പോൾ ചിലപ്പോൾ ഭക്ഷണം കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ നമുക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടിയെന്ന് വരില്ല എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എപ്പോഴായാലും അതിൻ്റെ അനുസരിച്ചിട്ടുള്ള പ്രതിഫലമാണ് കിട്ടുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൽ കൂടുതൽ എന്താണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം? അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ തെറ്റായ രീതിയിൽ പോയാൽ നമുക്ക് കർമ്മം ബാധിക്കുക. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് ഭഗവത്ഗീതയിൽ, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും എന്നെ സ്മരിച്ച് എനിക്ക് തരൂ. ഭഗവാന് പകരം നമ്മുടെ മുമ്പിൽ നിന്ന് ഗുരുവുണ്ട്, ഗുരുവാണ് പറയുന്നത് സേവ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം ഗുരുവിനെ സറണ്ടർ ചെയ്തിട്ട് അങ്ങ് സത്കർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ കർമ്മങ്ങളൊന്നും തന്നെ നമ്മളെ ബാധിക്കില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ഏഞ്ചൽ മെഡിറ്റേഷൻ, ഗാർഡിയൻ ഏഞ്ചൽ മെഡിറ്റേഷനിലും ഇത് എനിക്കുള്ള ഒരു കടം വീട്ടലാണ്. ഏതൊരു രീതിയിലാണോ എന്നെ ഗുരു കൈപിടിച്ചുയർത്തിയത്, അതേ രീതിയിൽ തന്നെ മറ്റു പലരെയും കൈപിടിച്ചുയർത്തി എനിക്ക് ഈ കടം വീട്ടിയാൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഗുരുവിൽ തന്നെ സമർപ്പിക്കുകയാണ്. കാരണം എന്നെക്കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നത് ഗുരു തന്നെയാണ്. ഇത്രയും അധികം സ്ത്രീകളെ എൻ്റെ അടുത്തേക്ക് വിടുന്നത് ഒരു എംപവർമെൻറ്റിന് വേണ്ടിയിട്ട്. നമ്മുടെ പരാശക്തി മെഡിറ്റേഷൻ തന്നതും ഗുരു തന്നെയാണ്. അതും ഒരുപാട് സ്ത്രീകൾക്ക് ഇങ്ങനെ ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് ആ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു കംഫർട്ട് സോണാണ്. പലപ്പോഴും ഭയമാണ് അവരെ അതിന് പിന്തിരിപ്പിക്കുന്നത്. ഒരു സപ്പോർട്ടില്ല, എന്ത് ചെയ്യുമ്പോഴും നമുക്കൊരു സപ്പോർട്ടില്ല, എന്തായി തീരും എന്നുള്ള. പക്ഷെ അതൊക്കെ മാറി പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ ബാക്കി ഗുരു ചെയ്തോളും എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ മതി, മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ള ചിന്തയില്ലാതെ. കാരണം നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ സാധാരണ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളല്ല. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് സത്സംഗമായാലും നമ്മൾ ചെയ്യുന്ന സേവയായാലും എന്ത് തന്നെ ആയാലും നമ്മൾ ചെയ്യുന്ന ഈ പുണ്യ തീർത്ഥയാത്രകൾ, നമ്മൾ തനിച്ചൊക്കെ ലേഡീസ് യാത്ര ചെയ്യുന്നത്, ഇതൊക്കെ ഒരു കോമൺ, ഇപ്പോൾ ടൂറൊക്കെ ഇതായിട്ടുണ്ടെങ്കിലും പൊതുവേ അങ്ങ് സമൂഹത്തിൽ സാധാരണ ചെയ്യുന്നതല്ല. പക്ഷെ അതിന് പുറത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇച്ചിരി ദേഷ്യമൊക്കെ ഉണ്ടാവും. പക്ഷെ അത് പലരും പറയാറുണ്ട്, തുടക്കത്തിലുള്ള ദേഷ്യമൊക്കെ പോയി അവർക്ക് മനസ്സിലായി നമ്മൾ കുടുംബത്തിലെ കാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കവും വരുത്തുന്നില്ല. നമ്മൾ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമ്മുടെ ഈ സീരിയൽ കാണാനുള്ള സമയവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താ പറയുക അപ്പുറത്ത് പോയിരുന്ന് വർത്തമാനം പറയാനുള്ള സമയമോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചിരുന്ന് മറ്റുള്ളവരെ പറ്റി പറയാനുള്ള സമയങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചിലവാക്കുകയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഗുരുവിൻ്റെ അനുഗ്രഹം, ഗുരുമണ്ഡലത്തിൻ്റെ അനുഗ്രഹം ഉണ്ട്. അത് ഒരുപാട് പേരുടെ എക്സ്പീരിയൻസുകളുടെ നല്ല നല്ല എക്സ്പീരിയൻസുകൾ വരുന്നുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യണം. അവരൊന്ന് എന്താ പറയുക കുറച്ചും കൂടെ ആയിക്കഴിയുമ്പോൾ അവരടുത്ത എന്താ പറയുക ഗുരുലീല ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ആദ്യത്തെ ഗുരുലീല വന്നു, ഗുരുലീല എല്ലാവരും മേടിച്ച് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറേ പേര് നമ്മുടെ ഗ്രൂപ്പിൽ ഓൾമോസ്റ്റ് എല്ലാവരും അത് ഓർഡർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറേ പേര് ചെയ്തിട്ടുണ്ട്, ചെയ്യാത്തവർ ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മളൊരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ബാക്കി ഗുരു ചെയ്തോളൂ. അപ്പോൾ ഇതാണ് സേവയെ പറ്റി ഉള്ള ആ ഒരു എന്താ പറയുക എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾക്ക് ഗുരു എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ, നമ്മളെ എംപവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ എംപവർ ചെയ്യുക. നമുക്ക് പ്രപഞ്ചം അല്ലെങ്കിൽ വിശ്വശക്തി അല്ലെങ്കിൽ പ്രപഞ്ച മാതാവ് എന്തെങ്കിലും ഒരു ബ്ലെസ്സിങ് തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുക. അല്ലാതെ ഇത് മുഴുവൻ നമ്മൾ കൊണ്ടുപോകാനൊന്നും പോണില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ മാതിരി പല അഭിപ്രായങ്ങൾ വരും. അപ്പോൾ ഇതിൽ രസകരമായിട്ടുള്ളൊരു സംഭവം ഒരു ലേഡി എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അതായത് ഈ സേവ ചെയ്യണ്ട എന്ന് പറയുന്നവർ ദക്ഷിണ ചോദിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അവർക്ക് ദക്ഷിണയായിട്ട് കൊടുക്കാം,
പക്ഷെ മറ്റുള്ളവർക്ക് സേവ ചെയ്യേണ്ടെന്ന്. അപ്പം അവർ തന്നെ എന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, ചിലപ്പോൾ ഈ സേവയൊക്കെ ചെയ്ത് കാശ് തീർന്നു പോയി കഴിഞ്ഞാൽ ദക്ഷിണ കുറഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആ ആചാര്യൻ അങ്ങനെ പറയുന്നത്. അതും ആവാം, അങ്ങനെയുണ്ട് ഒരു പ്രശ്നം. പക്ഷെ നമ്മൾ എന്താ പറയുക, ഉറപ്പുണ്ടെന്ന് മനസ്സിലാക്കാതെ ഒരു സത്യവും പറയരുത്. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഗുരുമണ്ഡലം എന്നോട് പറയുന്നത്, ഗുരുക്കന്മാർ പറഞ്ഞതാണ്. എന്നേക്കാളും അറിവ് ഗുരുക്കന്മാർക്കുണ്ട്. നമ്മൾ ആ ഒരു അൾട്ടിമേറ്റ്, നമുക്ക് പലപ്പോഴും ഇൻഡ്യൂഷൻസ് ശരിയായിട്ട് വരാറുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മുടെ ഇന്നർ വോയിസ് ആണ് നമ്മൾ ഗൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ പരാശക്തി മെഡിറ്റേഷൻ ആണെങ്കിൽ ഇന്നർ വോയിസ് ആണ് ഗൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഗാർഡിയൻ ഏഞ്ചൽസ് ആണെങ്കിൽ ഇന്നർ വോയിസ്. പക്ഷെ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം അത് സത്യമായിരുന്നു എന്നുള്ളത്. ഗാർഡിയൻ ഏഞ്ചൽസിലാണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം ഇപ്പോൾ പറയുകയാണ്, ആ കുട്ടിയുടെ അമ്മ, അതായത് ആ പെൺകുട്ടിയുടെ അമ്മ ആദ്യം എന്നെ വിളിച്ചത് അത് ജോലിക്ക് പോവാതിരിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് 4 മാസമായിട്ടുള്ള 3 മാസമായിട്ടും അവർ ഒരു ടീച്ചറാണ്. അവർ ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതൊരു 3-4 ഇത് കഴിഞ്ഞപ്പോൾ എന്നെ ദിവസം വിളിച്ചു പറഞ്ഞു ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. ഞാൻ പറഞ്ഞു പോകണം, നമുക്ക് ജീവിച്ചേ പറ്റുള്ളൂ, നമുക്ക് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. അതിന് ആ സോൾ ഹെൽപ്പ് ചെയ്യും, ഗുരുമണ്ഡലം ഹെൽപ്പ് ചെയ്യും, പ്രപഞ്ചം ഹെൽപ്പ് ചെയ്യും. ധൈര്യമായിട്ട് പോകൂ, നമുക്ക് വീണ്ടും ചിരിക്കാൻ പറ്റും, നമുക്ക് വീണ്ടും ജീവിക്കാൻ പറ്റും എന്നൊരു ഉറപ്പ് ഞാൻ ആ കുട്ടിക്ക് കൊടുത്തു. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാതെയൊന്നും ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റില്ല. പിന്നെയും വന്ന് ജനിക്കേണ്ടി വരും. മുമ്പിൽ നിൽക്കുന്ന ആൾ നമുക്ക് ജെനുവിനെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇന്നർ വോയിസ് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവരോട് പറയുക. കാരണം മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷനാണ്. നമ്മുടെ വീഡിയോസും ഓഡിയോസും ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനാണ്. ഈ വീഡിയോ കണ്ടത് തന്നെയാണല്ലോ ആൾക്കാർ വന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ചേരുന്നത്. എല്ലാവരും വീഡിയോയെയും ഇതിനെയൊക്കെ മോശമായിട്ട് നല്ലതായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇൻ്റർനെറ്റ് യുഗമാണ്, നമ്മൾ നല്ല രീതിയിലാണ് അത് ഉപയോഗിക്കുന്നത്. നല്ലൊരു മാതൃക നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവരോട് പറയാനോ ചെയ്യാനോ ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. അതൊന്നും ഒരു തെറ്റല്ല. ഇനി മറ്റുള്ളവർക്ക് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ അതും തെറ്റല്ല. ആരുടെയും കാര്യങ്ങൾ തെറ്റല്ല. നമ്മുടെ പാത മാത്രമാണോ ശരി, ഞാൻ മാത്രമാണോ ചെയ്യുന്നത് ശരിയെന്ന് പറയുന്നവർക്ക് ആ ഒരു അൾട്ടിമേറ്റ് ട്രൂത്ത് അറിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരുപാട് വഴിയിലൂടെ ഒഴുകിയാലും നദി അവസാനം സമുദ്രത്തിലാണ് ചെന്ന് ചേരുക. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ ചിന്തിക്കുന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ട് അതിന് കുറേ ഉപാത്ബലങ്ങളായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. നല്ല കാര്യങ്ങൾ ആര് എങ്ങനെ ഏത് രീതിയിൽ ചെയ്താലും അവസാനം അത് നല്ലത് തന്നെയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അറിയാതെ ഹെൽപ്പ് ചെയ്യുന്നവർ അത് ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ കർമ്മം. അവരപ്പോൾ നമ്മുടെ കുറേ കർമ്മങ്ങളും കൂടി എടുത്തുകൊണ്ട് പോവുകയാണ്. നമ്മൾ കുറച്ചും കൂടെ ക്ലെൻസ് ആവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരാളിപ്പോൾ നമ്മളെ പറ്റിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളവരെ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ നമ്മുടെ കുറേ കർമ്മങ്ങൾ എടുത്തുകൊണ്ട് പോവുക ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നതെല്ലാം ഗുരുവിന് സറണ്ടർ ചെയ്യുക. അപ്പോൾ പിന്നെ അതും ഒരു വിഷയമേ അല്ല. നമുക്ക് ഗുരുമണ്ഡലം ഗൈഡൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന സഹോദരിമാർക്ക് ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം നിങ്ങളെ ഞാൻ എംപവർ ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളിലൂടെ ഞാനും എംപവർ ആവുകയാണ്. ഇതൊരു കൊടുക്കൽ വാങ്ങലാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.